അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനെ പറ്റിയും സാമ്പത്തിക ഉയർച്ച വരുന്നതിനെ പറ്റിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ വീഡിയോയും നമ്മൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ റിസൾട്ട് കിട്ടും, ചിലർക്ക് റിസൾട്ട് കിട്ടുകയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല പോലെ ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഒരു ആസ്ട്രോളജി ഇതിൽ നിന്ന് ഞാൻ എടുത്താണ്, അതിൽ നിന്ന് പറയുന്നത് കേട്ട് ഞാനത് ചെയ്ത് നോക്കിയതാണ്. ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ വേറൊരാൾക്ക് പറഞ്ഞെടുത്തപ്പോൾ അവർക്കും അതൊരു റിസൾട്ട് കിട്ടി. അപ്പം എന്നെ റിസൾട്ട് കിട്ടി നമ്മളിത് ആരോടും പറയാൻ പാടില്ല എന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും ഇതിൻ്റെ റിസൾട്ട് എന്നതിനാണ് എന്ത് കാര്യമാണ് നമുക്ക് സാധിച്ചെന്നുള്ളത് നമ്മൾ മറ്റൊരാളോട് പറയരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. പിന്നെ ഹൈപ്പും കൂടെ ഒന്ന് അടിക്കാൻ മറക്കരുത് ആരും. എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. മറ്റേ പഴയ ആൾക്കാരൊക്കെ എവിടെ ആരെയും കാണുന്നില്ല. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ട് പിന്നെയും വന്നേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് തന്നെ ഞാൻ അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിച്ച് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നു, ചേച്ചി പഴയ വീഡിയോ കൊണ്ട് പോകാൻ ഞങ്ങൾ നോക്കിയിരിക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നോക്കിയിരിക്കുന്നവരൊക്കെ എവിടെ ആരെയും കാണുന്നില്ല. എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വെളുപ്പിന് എണീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പാങ്കാലത്ത് 3 മണിക്കും 4 മണിക്കൊന്നും എണീക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയൊന്നും പോകണ്ട. നമുക്ക് രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ദാനപരവിന് വേണ്ടി മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്നൊരു ജോലിയുടെ കാര്യമോ അല്ലാതെ മറ്റെന്ന ആവശ്യങ്ങളാണെങ്കിലും നമ്മളൊരു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ എന്ന ആവശ്യങ്ങളാണെങ്കിലും നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ എന്ന് പറയുന്നത് തന്നെ ഇതും അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിന് നമ്മൾ രാവിലെ എണീറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ എണീറ്റ് ഒരു 5:45 ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു കാര്യം, ഒരു മന്ത്രമാണ് അത് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ രാവിലെ ആ സമയത്ത് നമ്മൾ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വശമാണ്, ഫ്രണ്ട് വശത്തെ ഡോറാണ് ഈ പ്രധാന വാതിലെന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ആ ഡോറ് തുറക്കുക. അപ്പോൾ അത് ഏത് ദിക്കിലോട്ടുള്ള ഡോറാണെന്നും കുഴപ്പമില്ല. ചിലരുടെ വീട് തെക്ക് വശത്തോട്ടുണ്ട്, വടക്ക് വശത്തോട്ടുണ്ട്, പടിഞ്ഞാറ് വശത്തോട്ടുണ്ട്, കിഴക്ക് വശത്തോട്ടുണ്ട്. അത് വീട് വെക്കുന്നതിനനുസരിച്ച് സൗകര്യം അനുസരിച്ച് എല്ലാവരും വാതിലുകൾ അങ്ങനെ വെക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഡോറ് ഏത് വശത്തോട്ടാണെങ്കിലും കുഴപ്പമില്ല. ആ ഡോറ് തുറന്ന് നമ്മൾ വെളിയിലിറങ്ങുക, സിറ്റ് ഔട്ടിൽ നിൽക്കുക. സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ നിൽക്കുക. അതല്ല ഇനി സിറ്റ് ഔട്ട് ഇല്ലാത്തവരാണെങ്കിൽ നേരെ മുറ്റത്തോട്ട് ഇറങ്ങുന്നെങ്കിൽ കുഴപ്പമില്ല, മുറ്റത്തോട്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക. ഈ ഡോറിന് വെളിയിൽ നിങ്ങൾ ഇറങ്ങിയിരിക്കണമെന്നേ ഉള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ ഏത് ആവശ്യമാണെങ്കിലും, നമുക്കിപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വീടിന് സർവ്വൈശ്വര്യങ്ങൾ കിട്ടാനോ, അല്ലെങ്കിൽ ഇനി കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കാനോ, വിദ്യാഭ്യാസമോ, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനക്കുറവോ, അങ്ങനെ എന്നതാണേലും നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ നിന്ന്. ആ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത്. ഭയങ്കര ശക്തിയാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നമുക്കത് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വെളിയിലിറങ്ങി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മൾ കണ്ണടച്ച് നമ്മുടെ മനസ്സ്, ഇത് ഒത്തിരി നേരം ഒന്നും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ടിയിട്ട് 2-3 സെക്കൻഡ് നിങ്ങൾ ഇപ്പോൾ ഈ ഡോറാണേലും 5:45 തൊട്ട് 6:15 വരെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ വരുന്നുണ്ട്. അത്രയും നേരം നിങ്ങൾ ഫുള്ള് തുറന്നിടണമെന്നില്ല. ഒരു 10 മിനിറ്റ് തുറന്നിട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോകാം. കാര്യം വെളുപ്പിനേക്കാകുമ്പോൾ എല്ലാവരും ഒന്നും വീട്ടിൽ എണീക്കത്തില്ലായിരിക്കും. വീട്ടിൽ രാവിലെ എണീക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് അടുക്കളയിൽ ബാക്കി കാര്യങ്ങൾക്ക് പോകണം. അപ്പോൾ ഈ ഡോറ് എല്ലാവരും അങ്ങനെ തുറന്നിട്ടേച്ച് അങ്ങനെ പോകത്തില്ല. രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും ഞാനും അതെ, രാവിലെ ഒന്ന് ഡോറ് തുറന്ന് വെച്ചിരുന്നിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഡോർ അടച്ചേച്ച് ഞാൻ എൻ്റെ പണിക്ക് അടുക്കളയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അത് ഒരു 10-15 മിനിറ്റ് നേരം ഡോർ തുറന്നിട്ടേച്ച് നിങ്ങൾക്ക് ഡോർ അടച്ചേച്ച് പോകാം. അതല്ല ഇനി വീട്ടിൽ മറ്റ് അംഗങ്ങളൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡോറ് തുറന്നിരുന്നുകൊണ്ടും കുഴപ്പമില്ല. അത് തുറന്നിരുന്നുകൊണ്ടും നല്ലതേ വരത്തുള്ളൂ. മോശമായിട്ട് പ്രശ്നങ്ങളൊന്നും വരുത്തൊന്നുമില്ല. അടച്ചിടുന്നതിനേക്കാൾ നല്ല തുറന്നിരുന്നത് തന്നെയാണ്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അടച്ചിച്ച് പോയാലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിലർ ചോദിക്കും ഡോറ് അങ്ങനെ രാവിലെ തുറന്നിട്ടേച്ച് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത്. അപ്പം നമ്മൾ വെളിയിലിറങ്ങി നിന്ന് നമ്മൾ കണ്ണടച്ച് കൈ കൂപ്പി നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സ്വർണ്ണ ഒരു ഗോളം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മളത് മനസ്സിൽ ശരിക്കും ചിന്തിക്കുക കണ്ണടച്ച്. വേറെ ഒന്നിനെയും പറ്റി ഇരുന്നിച്ച് ഇത് മാത്രം നമുക്ക് തോന്നും. നമുക്കത് മനസ്സിലിങ്ങനെ നമ്മളത് അതിൽ മാത്രം ഇതായിട്ട് നിന്ന് നമ്മളിങ്ങനെ കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് നമ്മളുടെ നെറ്റിയുടെ ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളങ്ങ് മനസ്സ് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ പറഞ്ഞതിന് ശേഷം നമ്മളൊരു മന്ത്രം ചെല്ലാനുണ്ട്. ആ മന്ത്രം നിങ്ങൾ ചൊല്ലുക. ഓം റിംഗ് ധനഞ്ജയ പോട്രി എന്നാണ് ഈ ഒരു മന്ത്രം. എനിക്ക് ആ ആസ്ട്രോളജി പറഞ്ഞു തന്നതാണ്. എനിക്ക് പറഞ്ഞു തന്നല്ല, ആൾ വീഡിയോയിലൂടെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ചെല്ലേണ്ടത്.
അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മളൊരു 2-3 മിനിറ്റ് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ നമ്മളിങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ കാര്യങ്ങൾ പറയാം. 2-3 സെക്കൻഡ് നമ്മളൊന്ന് പറഞ്ഞാൽ മതി. കാര്യം ഒരൊറ്റ വരിയുള്ളൂ, നമുക്കിത് കാണാതാണെങ്കിലും പഠിച്ച് നമുക്കിത് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ 2-3 പ്രാവശ്യം നമുക്കത് മനസ്സിരുത്തി ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന ആവശ്യങ്ങളെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ സാധാരണ പോലെ തന്നെ തിരിച്ച് അകത്തോട്ട് കയറിപ്പോരാം. അവിടെ നിൽക്കണമെന്നില്ല കുറേ നേരങ്ങളൊന്നും നമ്മൾ ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം കയറിപ്പോരാം. പിന്നെ നമ്മൾ ഇത് എന്നതാണ് പ്രാർത്ഥിക്കുന്നതെന്നോ എടുക്കുന്നതെന്നൊന്നും ആരോടും പറയാതിരിക്കുക. ചിലപ്പം രാവിലെയൊക്കെ ചില മനുഷ്യരൊക്കെ ഉണ്ട് ഇങ്ങനെ എണീറ്റിരിക്കും, അയലോക്കത്തുള്ളവർ എവിടെ പോകുന്നു, എന്നാ കാണിക്കുന്നു, എല്ലാവരും ഒക്കെ ഉണ്ടോ അതോ വല്ലതൊക്കെ ചത്തുപോയോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്, മിക്കയിടത്തും ഉണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കും, നമ്മളൊന്ന് കതക് തുറക്കുന്നത് നോക്കിയിരിക്കും, ആരാദ്യം കഥ തുറന്ന് ഇറങ്ങുന്നത്, ആരാണ് വെളിയിലോട്ട് വരുന്നതെന്നറിയാം. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഓർക്കും നമ്മൾ എന്നതാണെന്ന് പറഞ്ഞാൽ മതി, സൂര്യഭഗവാനെ അങ്ങ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ലല്ലോ. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണേ കിഴക്കോട്ട് ഇരിക്കുന്ന ആൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ, വടക്കും തെക്കൊക്കെ വാതിലുള്ളവർ ആരെ എന്നാ പറയില്ലേ, ചുമ്മാ പറഞ്ഞാൽ മതി, ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചാണ് എന്ന് പറഞ്ഞാൽ മതി. രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഒന്ന് പ്രാർത്ഥിച്ചു എന്നങ്ങ് പറഞ്ഞാൽ മതി. എന്നാ കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചതെന്ന് ഒരിക്കലും പുറത്ത് പറയാതിരിക്കുക. അപ്പം നമ്മൾ ഈ രാവിലെ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ധനഞ്ജയൻ എന്ന് പറയുന്ന മന്ത്രം ചെല്ലുന്ന ആ ഒരു ഇത് ധനഞ്ജയൻ നമ്മളെ നമുക്ക് ആകർഷിക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ പറയുന്ന ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്വാസം ഒന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിലർക്ക് മന്ത്രമൊക്കെ അല്ലേ പ്രാർത്ഥിക്കുകയല്ലേ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ ശ്വാസം വിടാതെ നിങ്ങൾ ശ്വാസമൊക്കെ വിട്ട് നമ്മൾ നോർമലായിട്ട് തന്നെ നിങ്ങൾക്ക് ചെല്ലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നമുക്കിനി എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്കിതൊരു ആവശ്യമുണ്ടെങ്കിൽ, ഇങ്ങനൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ആ സ്ഥലത്ത് വെച്ച് നമുക്കിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു മന്ത്രം ചെല്ലാം. ഇങ്ങനെ മനസ്സിൽ നമുക്ക് മന്ത്രം ചൊല്ലിക്കൊണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലോർത്ത് നമുക്ക് ഈ മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം ഉറപ്പായിട്ട് സാധിച്ചിരിക്കും. നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ചെയ്യുന്നത്. ഏതൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിശ്വാസമില്ലാതെ നമ്മളൊരു 12 എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയും ഈ വീഡിയോ പറയുമ്പോൾ ഈ വീഡിയോക്കകത്തെ കാര്യങ്ങൾ മാത്രം പറയാമായിരുന്നു. അതല്ല, നമ്മൾ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനോട് ഉപമയായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 12 പറയുമ്പോൾ ചിലർക്ക് ഒരു നമ്പറല്ലേ ഇതിൽ എന്നാ ഇരിക്കുന്നു ഇത്രയും ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി എഴുതിയവർക്കൊന്നും ഈ ഒരു കാര്യം സാധിച്ചിട്ടില്ല, ഈ 12 എന്ന് പറഞ്ഞത്. അതേസമയം ഇത് ഒരു ഏഞ്ചൽ നമ്പറാണ്, ഇതെനിക്ക് പ്രയോജനപ്പെടും എന്നും പറഞ്ഞ് നമ്മൾ കൈവിരലിൽ എഴുതിയിട്ടുള്ളവർക്കെല്ലാം അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊരു യാതൊരു മാറ്റമില്ല, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരതിന് റിസൾട്ട് കിട്ടിയെന്ന് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മളത് വിശ്വാസമാണ് നമുക്ക് ഏതൊരു കാര്യത്തിനും പ്രധാനം. നമ്മൾ വിശ്വാസം ഇല്ലാതെ ഏതൊരു കാര്യം നമ്മൾ ചെയ്താൽ ഒരിക്കലും നമുക്ക് സാധിച്ചു കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ പഴി പറയുന്നത് എന്നതിനാണെന്ന് അറിയാം, അവരാ പറഞ്ഞ കാര്യം ചെയ്തിട്ടൊന്നും ശരിയായില്ല എന്ന് പറയും. നമ്മുടെ മനസ്സിൽ വിശ്വാസമില്ല, നമ്മൾ ചുമ്മാ ഒരു പരീക്ഷണം പോലെ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യം കേട്ടാലും നമ്മളത് വിശ്വസിക്കുക. നമ്മളൊരു അസുഖം വന്ന് നമ്മളൊരു മരുന്ന് കഴിക്കുമ്പം നമുക്ക് ആ മരുന്നിനെ പറ്റി യാതൊരു അറിവും ഉണ്ടായിരിക്കത്തില്ല. ആരും MBBS പഠിച്ചല്ലോ അസുഖം വന്ന് അവിടെ പോയി കിടക്കുന്നത്. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ആ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, ഈ ഒരു ഗുളിക കഴിച്ചാൽ എനിക്ക് അസുഖം കുറയും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൂടെയാണ് നമുക്ക് ആ ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അസുഖം മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയും കൂടെ വന്നാലേ നമ്മളെ കഴിക്കുന്ന മരുന്നിന് പ്രയോജനമുള്ളൂ, എനിക്ക് കുറഞ്ഞു എന്നുള്ളത്. അപ്പം ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത് പറയാൻ കാര്യം, ഈ മരുന്നിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിക്ക് ഗുളിക കഴിച്ചാൽ അസുഖം മാറത്തുള്ളൂ. പക്ഷേ ഒരു ഗുളികയായിട്ട് അമ്മച്ചിക്ക് പറ്റത്തില്ല. അമ്മച്ചിക്ക് 2 ഗുളിക കഴിക്കണം. 2 ഗുളിക കഴിച്ചാൽ അമ്മച്ചിക്ക് അസുഖം മാറും എന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു പനി വന്നാലും ജലദോഷം വന്നാലും ഏത് വന്നാലും അത് ഈ കഴിക്കുന്ന പാരസെറ്റമോളാണ് കഴിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ എന്നാന്ന് വെച്ചാൽ ഒരു പാരസെറ്റമോൾ എടുത്ത് വെച്ച് പകുതി മുറിച്ച് വെച്ച് പകുതി കൊടുത്തിച്ചു പറഞ്ഞു, അമ്മച്ചി ഇത് ഇന്ന ഗുളികയാണ്, അടുത്തൊരു ഗുളിക പാരസെറ്റമോൾ തന്നെയാണ് തുടങ്ങി 2 ഗുളികയും 2 പപ്പാതി മുറിച്ച് വെച്ചേക്കുന്നത്, ഇത് വേറൊരു ഗുളികയാണ്, ഇത് 2 കഴിച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ അസുഖം പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. 2 പാരസെറ്റമോളിൻ്റെ പീസ് തന്നെയാണ്. പക്ഷേ അമ്മച്ചിക്ക് അത് കഴിച്ചു. അമ്മച്ചി പറഞ്ഞാൽ 2 മരുന്ന് കഴിച്ചതുകൊണ്ട് എൻ്റെ അസുഖം മാറിയെന്ന്. അതാ പറയുന്നത്, നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് നമുക്ക് ഒരു കാര്യം സാധിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം സാധിക്കാൻ നമുക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഈ ചെയ്യുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടും, എനിക്ക് ഉറപ്പാണ് നടക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായിട്ട് ആ കാര്യം നടന്നിരിക്കും. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടും. പിന്നെ നിങ്ങളിത് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഹിന്ദുക്കളായിട്ടുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത മതക്കാരങ്ങനെ ചെയ്യില്ലെന്നറിയാം. നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്നാണെങ്കിലും ശിവഭഗവാനോടും പാർവതിയോടും നമുക്ക് നന്ദി പറയാം. ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശിവഭഗവാനോടും പാർവതിയോടും നമുക്ക് നന്ദി പറയാം. ഇനി അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ പാൽപ്പായസം നേരം, പിന്നെ ഗണപതി ഭഗവാന് ലഡു, അങ്ങനെയുള്ള ലഡു മേടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങളുടെ ഇവിടെ അമ്പലങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ലഡു അങ്ങനെ മേടിച്ച് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ അത് മേടിച്ച് കൊടുക്കാം. ഇനി എനിക്കൊന്ന് അമ്പലത്തിൽ കൊടുത്താലത് അവരത് നമ്മൾ ഒരു ഇതായിട്ട് ചെയ്യുന്നതല്ലേ, അത് എടുക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാൻ അങ്ങനെ ആരും കൊടുത്ത് കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. വീട്ടിൽ നമുക്ക് പ്രാർത്ഥിച്ച് ശിവഭഗവാനോടും പാർവതി ദേവിയോടും നമ്മൾ നന്ദി പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇത് മറ്റൊരാൾ പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല. ഇനിയിപ്പോൾ ആരും വന്നേച്ച് പറയില്ലേ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണോ. ഞാൻ ഈ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാണ്ട് ഞാൻ അത്ര വലിയ ജ്ഞാനിയൊന്നുമല്ല. എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്കും എത്തിക്കുന്നത്. അതിൽ ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് റിസൾട്ട് കിട്ടിയാൽ ഞാൻ വിജയിച്ചു, അത്രയേ ഉള്ളൂ ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരാളെങ്കിലും വന്നിച്ച് പറയുക ആ ഒരു കാര്യം ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടി, ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു എന്ന് പറയുമ്പം എനിക്കതൊരു അഭിമാനം തന്നെയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളും വിശ്വസിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഹൈപ്പ് ചെയ്യാനും മറന്നേക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.